നൽകിടണേ. അനാദിയായവനേ, നിൻ വേല ചെയ്തിടുവാൻ, നിന്നിഷ്ടം ചെയ്തിടുവാൻ നിൻ ശക്തി നൽകിടണേ. അനാദിയായവനേ, പകരം തരുവാൻ ഒന്നുമില്ലീഹത്തിൽ, പകരം തരുവാൻ ഒന്നുമില്ലീഹത്തിൽ. തേജസ്സിനാഥനേ, ശാരോൺ പനിനീർപ്പൂവേ, നിൻ നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിടുമേ. നിൻ നാമത്താലും നിൻ തേജസ്സാലും ഞാൻ തേജസ്സായി മാറിടുമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം മത്തായി സുവിശേഷം 8:26. ഒന്ന് ശ്രദ്ധിച്ചു. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ആമേൻ. കർത്താവ് ശിഷ്യന്മാരെ പല സമയത്ത് പല പേരുകളാണ് വിളിക്കുന്നത്. ആമേൻ. ഇവിടെ വിളിക്കുന്ന പേര് കേട്ടോ, അല്പവിശ്വാസികളെ. വേറെ സ്ഥലത്ത് വിളിക്കുന്നത് ആമേൻ ബുദ്ധിയില്ലാത്തവരെ, വേറെ സ്ഥലത്ത് വിളിക്കുന്നത് സ്നേഹിതരെ. ഇവിടെ വിളിക്കുന്ന പേര് അല്പവിശ്വാസികളെ. അല്പം വിശ്വാസമുള്ളൂ. ആമേൻ. വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, അല്പമുണ്ട്. അതൊരാശ്വാസം. ആമേൻ. കർത്താവിനെ ഒരു ചെറിയതായിട്ടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ വിളിച്ചത്, തട്ടിയത്. സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഇരുന്നത്, ഉപവസിക്കാൻ വന്നത്, ഈ വചനം കേൾക്കുന്നത്. അല്പം വിശ്വാസം ഉണ്ടല്ലോ, മതി, അത്ഭുതങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. വലിയ വിശ്വാസ വീരന്മാരുടെ വിശ്വാസമൊന്നും നിനക്കില്ലെങ്കിലും അല്പം വിശ്വാസം ഉണ്ടെങ്കിലും അതിനകത്തും മഹാത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നിട്ട് ഇളകിമറിയുന്ന കാറ്റിൻ്റെ നടുവിൽ, കടലിൻ്റെ നടുവിൽ, ആടിയുലയുന്ന പടകിനകത്ത്, ആഴങ്ങൾ ഉള്ള ആ കടലിനകത്ത് ഉലയുമ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമാണ്. ആമേൻ. നിങ്ങൾ ഭീരുവാകുവാൻ എന്താ ഇവിടെ സംഭവിച്ചേ? കടൽ ഇളകി നിൽക്കുമ്പോൾ പറയാണ് ഭീരുവാകാൻ എന്താ സംഭവിച്ചെന്ന്. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രശ്നങ്ങളൊന്നും ദൈവത്തിൻ്റെ കണ്ണുകളിൽ പ്രശ്നങ്ങളല്ല. സ്തോത്രം. അതെന്തുകൊണ്ട്? അവൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്, അവൻ്റെ കയ്യിൽ മറുപടികളുണ്ട്, അവൻ്റെ കയ്യിൽ ആമേൻ അതിനെ മാറ്റാനുള്ള അത്ഭുതങ്ങളുണ്ട്. അതിനെ തിന്മകളെ നന്മയാക്കാൻ കഴിയുന്നൊരു ദൈവം നമുക്കുണ്ട്. ദോഷങ്ങളെ ആമേൻ ആമേൻ അനുഗ്രഹമാക്കാൻ കഴിയുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നത്, എന്താ ഭീരുവാകാൻ, ഇത്ര ഭീരുവാകാൻ കാരണം എന്താ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ കഴിവുള്ള ഒരുവൻ ആമേൻ കാനയിലുള്ളപ്പോൾ, സ്തോത്രം, ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? ആമേൻ. അവനോട് പറഞ്ഞാൽ പോരെ? ദൈവപൈതലേ, കർത്താവ് പറയുന്നു, നീ ഇന്ന് ഭയപ്പെടുന്ന വിഷയത്തിനകത്ത് ഭയപ്പെടുവാൻ ഒന്നുമില്ലെന്ന് കർത്താവ് പറയുന്നു. ആ രോഗത്തിനകത്ത് ഒന്നുമില്ല, നീ സൗഖ്യമായി പുറത്തു വരും. ആ കടം ഒന്നുമില്ല, നീ പുറത്തു വന്ന് ഇപ്പോൾ നീ കടം എത്രയുണ്ടോ അത്രയും കടം, അതിൻ്റെ അധികം അനേകർക്ക് നീ കടം കൊടുക്കും. ദൈവം ജീവിതത്തെ തിരിച്ച് മറിക്കും. സ്തോത്രം എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി.
അല്ലെങ്കിൽ ശാസിച്ചു. അടുത്തൊരു വാക്കുണ്ട്, വലിയ ശാന്തത ഉണ്ടായി. ആമേൻ. വലിയ കൊടുങ്കാറ്റുണ്ടായിടത്ത് വലിയ ശാന്തത ഉണ്ടാകും. കർത്താവ് ഇന്ന് പറയുന്നു, വലിയ പ്രതിസന്ധികൾ നേരിട്ടെടുത്ത് വലിയ സ്വസ്ഥതകൾ ഉണ്ടാകും. ആമേൻ. വലിയ തകർച്ചകൾ നേരിട്ടെടുത്ത് വലിയ ഉയർച്ചകൾ ഉണ്ടാകും. വലിയ അനർത്ഥങ്ങൾ ഉണ്ടായെടുത്ത് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. വലിയ പരാജയങ്ങൾ നേരിട്ടെടുത്ത് വലിയ ജയങ്ങളുണ്ടാകും. യെസ്, നിന്റെ പ്രശ്നങ്ങൾ എന്താണോ അതിൻ്റെ എതിർ സംഭവങ്ങൾ നടക്കുവാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു വ്യക്തിക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലകളിലുള്ള ഉയർച്ചകളും മാന്യതകളും നന്മകളും ആമേൻ ശുശ്രൂഷകളും ദൈവകൃപയും തരുവാൻ കഴിവുള്ള നല്ലൊരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് അത്ഭുതമാണ്. ഇന്നത്തെ വലിയ പ്രതിസന്ധികൾ മാറി വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. കാരണം നിങ്ങൾ നാളുകളുടെ പ്രതീക്ഷയാണ്. ആമേൻ. നിങ്ങളിലൂടെയാണ് നാളുകളുടെ ചലനങ്ങൾ നടക്കുന്നത്. ആമേൻ. നിങ്ങളെ മുൻനിർത്തിയാണ് ദൈവം വലിയ കാര്യങ്ങൾ സംരംഭങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളാണ് ചിലതിൻ്റെ നെടുന്തൂണായി നിലനിൽക്കാൻ പോകുന്നത്. നിങ്ങളായിരിക്കും ദൈവം ഈ തലമുറകളിൽ ഉപയോഗിക്കുവാൻ കണ്ടതിൽ വെച്ചുള്ള പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ. അതുകൊണ്ട് ഈ കാറ്റിൽ നിങ്ങൾ തകരത്തില്ല, ഈ കടലിൽ നിങ്ങൾ തകരത്തില്ല, ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ തകരത്തില്ല, ഈ രോഗത്തിൽ നിങ്ങൾ തകരത്തില്ല, ഈ കുടുംബ പ്രശ്നത്തിൽ നിങ്ങൾ തകരത്തില്ല. ഈ മാനസികമായി നിങ്ങൾ കടന്നു പോകുന്ന പിരിമുറുക്കത്തിൻ്റെ നടുവിൽ നിങ്ങൾ തകരത്തില്ല. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ കടബാധ്യതകളിലും മാനസികമായ ആ തകർച്ചയുടെ നടുവിൽ നിങ്ങൾ തകരത്തില്ല. പുറത്തു വന്നിരിക്കും ആമേൻ. വലിയ ശാന്തതകൾ, വലിയ അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കും. സ്തോത്രം. പാട്ടോടെ ആനന്ദത്തോടെ നൃത്ത ചുവടുകൾ വെക്കുവാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രവചനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒത്തവണ്ണമായി കർത്താവെ ഞങ്ങൾക്ക് വിടുതലുകളിൽ നൽകുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവിൻ്റെ ജീവിതത്തിൽ ഭയപ്പെടുവാനൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തെ പരിശുദ്ധാത്മാവ് നൽകുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനി വചനം കേൾക്കുന്ന ഈ വ്യക്തി കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്നും ആകുലതകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഭീരുത്വങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, വലിയ ശാന്തത ഉണ്ടാവട്ടെ, വലിയ സ്വസ്ഥത ഉണ്ടാവട്ടെ, തകർച്ചകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ദൈവത്തിൻ്റെ വിടുതലുകൾ ഉണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഇവരിലൂടെ അങ്ങ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് ഈ വലിയ ദൂത് ഈ മക്കളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിയോഗത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭയപ്പെടുവാനൊന്നുമില്ലെന്ന് കർത്താവ് അവർക്ക് ഉറപ്പ് തന്നെങ്കിൽ ഈ ദിനങ്ങളിൽ അവരുടെ മുമ്പിൽ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൽക്കുന്ന പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതൊന്നുമില്ലാതാകട്ടെ. ആ കടം ഒന്നുമില്ലാതാകട്ടെ, ആ രോഗം ഒന്നുമില്ലാതാകട്ടെ, ആ ശരീരത്തിനകത്ത് വെളിപ്പെട്ട ചില രോഗത്തിൻ്റെ സൈനുകൾ ഒന്നുമില്ലാതാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭീരുവാകുവാൻ എന്ത് എന്ന് കർത്താവ് ചോദിച്ചതുപോലെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ ഒന്നുമില്ലാതെ ആയിത്തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അത്ഭുതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആമേൻ, നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കരയുന്ന ഈ മക്കളെ ആശ്ചര്യകാര്യങ്ങൾക്കായിട്ട് വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ശാന്തതകൾ അവർക്ക് വരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക. നിങ്ങൾ 1-2 വട്ടം കൂടെ ഇത് കേൾക്കുക. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് പ്രചോദനം തരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ്. നിങ്ങൾക്കുള്ള ദൈവശബ്ദമാണ്. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.
ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.